ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എന്തായത് അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. ആ ഒരു സീൻ കാണിച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡും സ്റ്റാർട്ടാവുന്നത്. അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത്. കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം നഗാനാണ് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ നഗാനല്ലാതെ അത് ചെയ്യാനായിട്ട് വേറെ ആരും തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ എനിക്ക് ഉറപ്പാണ് നഗാൻ ഈ സമയം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് നിനക്കാണ് ആ ഗോൾഡൻ ബ്ലഡ് ഉള്ളതെന്നും. അത് കേൾക്കുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത്തവണ മീനേനെയാണ് അവൻ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് എന്നെ അപകടത്തിലാക്കാൻ നോക്കിയത്, എന്നാൽ അടുത്ത തവണ എൻ്റെ ഫ്രണ്ട്സിനെയാണെങ്കിലും അവൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്ക് അത് വേണ്ട, നമ്മുടെ ഇടയിലുള്ള കാര്യവും പിന്നെ ഗോൾഡൻ ബ്ലഡിൻ്റെയും വാമ്പയറിൻ്റെയൊക്കെ കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ അറിയാതിരിക്കുന്നതാണ് നമുക്കും അവർക്കും നല്ലത്. അതുകൊണ്ട് ഇതെന്തായാലും സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ നീ പേടിക്കണ്ട, നിന്നെ ഇവിടെ സേഫായിട്ട് വയ്ക്കാൻ ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ മാർക്കിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കിൻ്റെ അടുത്ത് നീ ജസ്റ്റ് എൻ്റെ ബോഡി ഗാർഡ് മാത്രമല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഇവർ 5 പേരും ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ആ സമയം ഇവരുടെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചു പോകാൻ ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്യൂപ്പയും പിന്നെ ടോങ്ക്ലയും ഒക്കെ തന്നെ ഇരുന്നിട്ട് തിരിച്ചു പോകണ്ടായിരുന്നു, തിരിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബോറടിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ്ക്ല അവരോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് താനാണെങ്കിൽ ഇന്ന് രാവിലെ ഹോട്ടലിലെ സ്റ്റാഫെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോന്ന്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ മീനിനെ ഹിപ്നോട്ടൈസ് ചെയ്തതും പിന്നെ നമ്മുടെ ടോങ്ങിനെ അപകടപ്പെടുത്താനൊക്കെ നോക്കിയതും. ആ സമയം ടോങ്ങും പിന്നെ മാർക്കും കൂടെ ആയിട്ട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. പ്യൂപ്പയ്ക്കും ടോമിനൊന്നും ആണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവരും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ്ക്ല അപ്പം നിങ്ങൾക്കും അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് ടോങ്ങിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ വെച്ചിട്ട് പോയാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുന്നത്. ടോങ് അത് ഓപ്പണാക്കി നോക്കുമ്പോൾ ഒരു ബ്രേസ്ലെറ്റും ഒരു ലെറ്ററും ആയിരുന്നു. ആ ലെറ്റർ എഴുതിയത് മീനയായിരുന്നു. മീന ഇന്ന് അവളുടെ പാരൻസിനോട് തിരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ടോങ്ങിനോട് ഗുഡ് ബൈ പറയാൻ പറ്റാത്തതുകൊണ്ട് അവന് വേണ്ടിയിട്ട് എഴുതിയൊരു ലെറ്ററും പിന്നെ അവന് വേണ്ടി കൊടുക്കാൻ വെച്ച ബ്രേസ്ലെറ്റും ആയിരുന്നു അത്. അത് കാണുമ്പോഴത്തേക്കും അവൻ ഉറപ്പാവുന്നുണ്ട് നഗാൻ്റെ ആ ഒരു മാജിക് പവറിൽ നിന്ന് അവൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഹിപ്നോട്ടൈസിലല്ല, അവൾ പഴയതുപോലെ ആയിന്ന്. ആ ഒരു ലെറ്റർ മാർക്കിനെ കാണിച്ചിട്ട് അവൻ്റെ അടുത്തും ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതേസമയം തന്നെ ടോങ്ക്ല ഇവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഇവരെല്ലാവരും ഡ്രിങ്ക് ചെയ്തിരിക്കുമ്പോൾ മാർക്കും ടോങ്ങും എങ്ങോട്ടാണ് പോയത്, അവർ രണ്ടുപേരെയും കണ്ടില്ലല്ലോ എന്ന്. ടോങ് അപ്പോൾ പെട്ടെന്ന് അത് പിന്നെ മാർക്ക് ഡ്രിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവനെ ഞാൻ റൂമിൽ കൊണ്ടാക്കാനായിട്ട് പോയതായിരുന്നു എന്നിങ്ങനെ കള്ളം പറയാണ്. ആ സമയം ടോങ്ക്ല പറയുന്നുണ്ട് നിങ്ങളിവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, നഗാനെ ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു, നഗാൻ ഞങ്ങൾക്ക് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു തന്നു, ഞങ്ങൾ നഗാൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മാർക്കിനും ടോങ്ങിനും നഗാൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നല്ല ഉറപ്പാവുന്നുണ്ട്. അതിനുശേഷം മാർക്കാണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിയിക്കാനായിട്ട് താരേനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ വരുന്ന ടൈമിൽ താര ബോധമില്ലാതെ തറയിൽ കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിന്നീട് താരയെ കൊണ്ടുവന്ന് ബെഡിലൊക്കെ കിടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വാൻ വന്ന് ചെക്ക് ചെയ്തിട്ട് മാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് പിന്നെ പവേഴ്സൊക്കെ ഒത്തിരി യൂസ് ചെയ്തു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി വീക്കായി പോയത്, കുഴപ്പമില്ല ഞാൻ പോയി കുറച്ച് മരുന്നൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ സമയം താരയ്ക്ക് ബോധം വരുന്നുണ്ട്. അങ്ങനെ മാർക്കിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാർക്കാണെങ്കിൽ ഇതുപോലെ ടോങ്ങിൻ്റെ കാര്യം അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നേന്ന് പറയുന്നുണ്ട്. താര ആ സമയം അത് ഓൾറെഡി എൻ്റെ വിഷനിൽ ഞാൻ കണ്ടു, നഗാനാണെങ്കിൽ ടോങ്ങാണ് ആ പയ്യനെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ നഗാനാണെങ്കിൽ ഇനി മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് നഗാൻ താരയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവരെ കാണാനായിട്ട് ഒരു ബൊക്കെയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ നഗാനെ കാണുമ്പോൾ നീ എന്താ ഇവിടെയും താര ചോദിക്കുന്നുണ്ട്. ആ സമയം നഗാൻ അത് പിന്നെ നിങ്ങൾക്ക് വയ്യാന്നറിഞ്ഞു, അതുകൊണ്ടൊന്ന് കാണാനായിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ആ മീറ്റിംഗ് ഉടനെ നടക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം താര എന്ത് കാര്യത്തിൻ്റെ മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ പുതിയ ചെയർമാൻ ആവാനുള്ളതിൻ്റെ മീറ്റിംഗ് എന്ന് പറയാണ്. താരയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ആ സമയം താരയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ചെയർമാനെ തീരുമാനിക്കുന്നത്, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് ജസ്റ്റ് ഒന്ന് വയ്യാതെയായി, അത് 2-3 ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാനാണെങ്കിൽ പക്ഷേ അതുവരെ ഒരു ചെയർമാൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് താരയുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കാതെ ആ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അങ്ങനെ ആ മീറ്റിങ്ങിൽ മാർക്കും എല്ലാവരും തന്നെയുണ്ട്. മാർക്ക് ആ സമയം താര എന്നെയാണ് ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറയുന്ന സമയത്ത് നഗാനാണെങ്കിൽ പക്ഷേ നീ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കാനൊക്കെ ജോയിൻ ചെയ്തൊക്കെയല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നിനക്ക് ഈ ഒരു ചെയർമാൻ ഡ്യൂട്ടി എല്ലാം നോക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെയർമാനായിട്ട് ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ക്രീനിൽ മാർക്ക് ഇതുപോലെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതും
കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നത് തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നവരെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇവരുടെ കൂടെയുള്ള മെമ്പേഴ്സാണ്, അവർ വാമ്പയേഴ്സുമാണ്. അങ്ങനെ അതെല്ലാം കാണിച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്ക് തിരിച്ച് നഗാൻ്റെ അടുത്ത്, നീയും ആ ഒരു കോളേജിൽ ഒരു ലെക്ചററായിട്ട് കയറി വന്നില്ലേ, അപ്പോൾ പിന്നെ നിനക്കും വർക്കുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ചെയർമാൻ ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ നഗാനാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ആവാനും പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നീ എന്തിനാണ് കോളേജിൽ പോയി പഠിക്കുന്നത്? അതിനെന്തേലും കള്ള ലക്ഷണമുണ്ടോ? എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളോടെല്ലാവരും തുറന്ന് പറയാം, നമ്മളെല്ലാവരും അറിയേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗോൾഡൻ ബ്ലഡിൻ്റെ കാര്യം ഏത് വാമ്പയർ അറിഞ്ഞാലും ആ ഒരു വാമ്പയർ ടോങ്ങിനെ അറ്റാക്ക് ചെയ്യുമെന്ന് മാർക്കിന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ മാർക്ക് ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ സത്യങ്ങളെല്ലാം നഗാൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മാർക്ക് എന്തിനാണ് മിണ്ടാതിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തതെന്നും നഗാന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നഗാൻ ആ ഒരു അവസരം മുതലാക്കിയിട്ട് എല്ലാവരോടായിട്ട്, നിങ്ങൾ കണ്ടില്ലേ മാർക്ക് എന്തോ കള്ള ലക്ഷണമൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ചെയർമാൻ ഞാനാവുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നവരെല്ലാവരും പോകുന്നുണ്ട്. നഗാനും മാർക്കും മാത്രം അവിടെ ബാക്കിയാവുകയാണ്. ആ സമയം നഗാനാണെങ്കിൽ, നീയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ ബ്ലഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണല്ലേ, ഞാനെല്ലാം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ, ആ നീ ചെയ്തതും ഞാൻ അറിയുന്നുണ്ട്, നീ ടോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഹിപ്നോട്ടൈസിങ് പവർ ഉപയോഗിച്ചില്ലേ, അത് നമ്മുടെ റൂൾസിനെതിരാണ്, അതുകൊണ്ട് തന്നെ അത് ഞാൻ ബാക്കിയുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട, നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് പറയുന്നുണ്ട്. നഗാനപ്പോൾ, നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോ? പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവത്തില്ല, നീ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും തെളിവ് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാർക്കാണെങ്കിൽ ടോങ്ങിനെ കാണാനായിട്ട് പോകുന്നതാണ്. ടോങ്ങിനെ കാണാൻ പോകുന്നതിന് മുമ്പേ തന്നെ മാർക്ക് അവർ താമസിച്ച ഹോട്ടലിൽ പോയിട്ട് ആ ഒരു തെളിവെല്ലാം കിട്ടാനായിട്ട് CCTV പരിശോധിക്കാനായിട്ട് ചെന്നായിരുന്നു. എന്നാൽ ഓൾറെഡി അതിൻ്റെ വിഷ്വൽസ് എല്ലാം തന്നെ നഗാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നഗാൻ കോൺഫിഡൻസിൽ മാർക്കിൻ്റെ അടുത്ത് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചതും. അങ്ങനെ ഇപ്പോൾ ടോങ്ങിനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ തെളിവൊന്നുമില്ല, അവൻ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ടോങ്ങപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാർക്ക്, അതെനിക്കും അറിയത്തില്ല, പിന്നെ ഇപ്പോൾ നിൻ്റെ കോളേജ് അവധിയല്ലേ, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നഗാന് നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് നീ എന്തായാലും സേഫായിരിക്കും എന്ന് പറയുന്നുണ്ട്. ടോങ് ആ സമയം, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിൻ്റെ കൂടെ ഒന്ന് താമസിക്കട്ടെ, അപ്പോൾ പിന്നെ എല്ലാവരും സേഫായിരിക്കുമല്ലോ, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം മാർക്ക്, പക്ഷേ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് നിനക്കത്ര ഇഷ്ടമുള്ള കാര്യമില്ലെന്ന് നീ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അപ്പം നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടോങ്, അത് മുമ്പല്ലേ, പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ വേറെയല്ലേ, അന്ന് നീ എന്നെ കൊണ്ടുപോയതാണ് നിൻ്റെ കൂടെ നിൽക്കാനായിട്ട്, പക്ഷേ ഇതിപ്പോൾ ഞാനായിട്ട് ഇഷ്ടത്തോടെ വരുന്നതല്ലേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്കാണെങ്കിൽ എങ്കിൽ ഓക്കെ വന്നോളാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ടോങ്ക്ലിയറുടെ അടുത്ത് എന്ത് റീസൺ പറയുമെന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടോങ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മുമ്പ് പറഞ്ഞ അതേ കാരണം തന്നെ ടോങ്ക്ലിയറുടെ അടുത്ത് പറയാണ്, അതായത് മാർക്കുമായിട്ട് താനൊരു റിസർച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് താൻ മാർക്കിൻ്റെ വീട്ടിൽ താമസിക്കുകയാണെന്ന്. എന്നാൽ ഇത്തവണ അത് ടോങ്ക്ലെ വിശ്വസിക്കുന്നില്ല. ടോങ്ങിൻ്റെ അടുത്ത്, നീയും മാർക്കും തമ്മിൽ ഞാൻ അറിയാത്തതായിട്ട് എന്തോ ഒരു കാര്യം ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോങ്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് തന്നെ പറയുന്നുണ്ട്. ടോങ്കളെ അപ്പോൾ, പിന്നെ നീ എന്തിനാ വീണ്ടും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ടോങ്ങിന് ചെറിയ വിഷമം വന്നിട്ട് ടോങ്കളിനെ ഒറ്റയ്ക്കിട്ട് പോകുന്നതിൽ. എന്നാൽ ടോങ്ങാണെങ്കിൽ ഇതിപ്പോൾ പോവേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ശരിക്കും റിസർച്ചിൻ്റെ കാര്യമായിട്ട് തന്നെ ഞാൻ പോകുന്നതാണ്, ഞാൻ കള്ളം പറഞ്ഞതല്ല, പിന്നെ ഞാൻ ഫ്രീ ആവുന്ന എപ്പോഴാണോ അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്ന് കാണുന്നത് നിന്നെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ടോങ്ങാണെങ്കിൽ അവൻ്റെ ബാഗ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മാർക്കാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബോഡി ഗാർഡിൻ്റെ അടുത്ത് തൻ്റെ മെയിൻ റൂമിലേക്ക് ആരെയൊക്കെ എന്തൊക്കെ വന്നാലും കയറ്റി വിടരുത് എന്ന് പറഞ്ഞിട്ട് അവൻ വർക്കിന് പോകുന്നതാണ്. എന്നാൽ അയാൾ ആക്ച്വലി നഗാൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് പോയി കഴിയുന്നതും ആരെയും കാണാതെ മറ്റൊരാളെയും വിളിച്ചുകൊണ്ട് അയാൾ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ആ മെയിൻ റൂമിൻ്റെ അകത്ത് കയറി പോകുന്നുണ്ട്. എന്നാൽ ഇത് ആക്ച്വലി മാർക്കിൻ്റെ ഒരു പ്ലാനായിരുന്നു. ടോങ് അവിടെ ഉണ്ടായിരുന്നില്ല, ടോങ് ഇപ്പോൾ മാർക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാർക്കിന് ഡൗട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും നഗാൻ്റെ ആളായിരിക്കുമെന്ന്. അത് ഉറപ്പിക്കാനായിട്ട് അവൻ തന്നെ ചെയ്ത പണിയായിരുന്നു ഇത്. ഇപ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ട്, കാരണം അവൻ്റെ റൂമിൻ്റെ അകത്ത് ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോഡി ഗാർഡ്സ് ഇപ്പോൾ അവൻ്റെ റൂമിലേക്ക് കയറുന്നത് അവൻ്റെ ഫോണിൽ കൂടെ ഇപ്പോൾ ഇരുന്ന് കാണുന്നുണ്ട് ടോങ്ങിൻ്റെ കൂടെ. ടോങ് ആ സമയം, നിൻ്റെ ഐഡിയ അടിപൊളിയാണല്ലോ, അല്ല ഇപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എവിടെ താമസിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം, അതൊക്കെ അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് മാർക്ക് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. നേരെ പോകുന്നത് വാനിൻ്റെ ആ ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ടോങ്, ഞാൻ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ വാനിനത് ബുദ്ധിമുട്ടാകത്തില്ലേ, ഇതൊരു ചെറിയ സ്ഥലമല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക്, അത്ര ചെറുതൊന്നുമല്ല, പിന്നെ വാനിന്
തന്നെ ബുദ്ധിമുട്ടാവത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ വാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ ടോങ്ങിന് വേണ്ടിയിട്ട് ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു ഷെൽഫ് അതിങ്ങനെ നീക്കിയിട്ട് ഒരു സീക്രട്ട് റൂം ഓപ്പൺ ചെയ്യാണ്. അത് കാണുമ്പോൾ ടോങ്ങാണെങ്കിൽ ഇത് കണ്ടിട്ട് സിനിമയിലുള്ള പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മാർക്കും ടോമും ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല വലിയൊരു റൂമായിരുന്നു. അവിടെ സിംഗിൾ ബെഡ് 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ടോങ്ങും ടോങ്കളെ താമസിക്കുന്ന റൂമിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ. ആ ഒരു റൂമിലാണെങ്കിൽ ടോങ് റൈറ്റ് സൈഡിലെ ബെഡ് എടുക്കുമായിരുന്നു, ടോങ്കള് ലെഫ്റ്റ് സൈഡിലെ ബെഡ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടോങ് തനിക്ക് റൈറ്റ് സൈഡിലെ ബെഡ് മതി എന്ന് പറഞ്ഞിട്ട് അത് ചൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാർക്കാണെങ്കിൽ എനിക്കങ്ങനെ ചെറിയ ബെഡിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, എനിക്ക് വലിയ ബെഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബെഡ് നമ്മുടെ ടോങ്ങിൻ്റെ ബെഡുമായിട്ട് ചേർത്ത് ക്ലോസ് ആക്കിയിടാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ഒരുമിച്ച് കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ് മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ മാർക്കാനെ വിടാതെ തന്നെ ഹഗ് ചെയ്തുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ മാർക്കിനെ മാറ്റിയിട്ട് ടോങ് കുളിക്കാനായിട്ട് എഴുന്നേറ്റ ശേഷം അവൻ്റെ ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ഡ്രസ്സ് എടുത്തിട്ട് തിരിയുന്നതും നോക്കുമ്പോൾ മാർക്ക് ഓൾറെഡി അവൻ്റെ ഡ്രസ്സ് മൊത്തം അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോങ് ഇത് കാണുമ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മാർക്ക് അത് പിന്നെ വലിയ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്, നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ് വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കുളിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് മാർക്കിനെ അവിടെ ഇട്ടിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം അവരുടെ ബെഡിൽ ഇരിക്കുന്ന ടൈമിന് ടോങ്ങിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ ടോങ് ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല. ആ സമയം ടോങ് പറയുന്നുണ്ട് മേ ബി അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നതിൽ അവൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യം കാണുമെന്ന്. മാർക്കപ്പോൾ ടോങ്ങിൻ്റെ അടുത്ത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഈ ഒരു പുതിയ സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ടോങ് മാർക്കിൻ്റെ മടിയിൽ കിടന്നിട്ട് ഇല്ല, നീ ഇവിടെ അടുത്തുണ്ടല്ലോ, ഞാൻ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങും. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഓർഫനേജിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നിന്നെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും പിന്നെ വാമ്പയർ നിൻ്റെ പവർ സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മാർക്ക് നിനക്ക് ചെയ്യാൻ ആഗ്രഹമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ ടോങ് ആണെങ്കിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് നല്ലൊരു ജോലി വാങ്ങിച്ച് പൈസയൊക്കെ സേവ് ചെയ്തിട്ട് എബ്രോഡ് ഒരു ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറയാണ്. എന്നിട്ട് മാർക്കിൻ്റെ അടുത്ത് നിൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് എനിക്ക് മുമ്പ് ഡ്രീം ഉണ്ടായിരുന്നു, എന്നാൽ അവൾക്ക് എന്താണെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. ടോങ് അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ ആലോചിക്കാൻ നിൽക്കണ്ട, നമ്മുടെ ലൈഫിലിപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ആയിത്തീരുമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ ടോങ്ങിന് ഒരു കിസ് കൊടുത്തിട്ട് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ടോങ്കളെയും പിന്നെ ഡോമും പ്യൂപ്പയും കൂടെ ആയിട്ട് അവരുടെ കോളേജിൽ ക്ലാസ് ഇല്ലെങ്കിലും അവർ കോളേജിലെ സ്റ്റേഡിയത്തിൽ വന്നിട്ട് ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാണ്. ആ ടൈമിൽ അവരെ കാണാൻ നഗാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നഗാൻ എത്രയൊക്കെ നോക്കിയിട്ടും ടോങ്ങും മാർക്കും എവിടെയാണെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കോളേജ് ഇപ്പോൾ അവധിയാണെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ടോങ്ങും മാർക്കും എവിടെ, അവർ പ്രാക്ടീസ് ചെയ്യാൻ കൂടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ രണ്ടുപേരും വന്നില്ല, അവർക്കെന്തോ റിസർച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഇവർ പറയുന്നുണ്ട്. ആ സമയം നഗാനും വിചാരിക്കുന്നുണ്ട് അവരിത് എവിടെയാണ് ഉള്ളതെന്ന്. അതിനുശേഷം അവരെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് നഗാനാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞെങ്കിൽ വാ, ഫുഡ് ഞാൻ വാങ്ങിച്ചു തരാം, എൻ്റെ ട്രീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിന് ടോങ്ക പറയുന്നുണ്ട് അടിപൊളി ഫുഡാണ്, ഇത്ര അടിപൊളി ഫുഡൊന്നും ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കാൻ പോലും കിട്ടാറില്ല എന്നൊക്കെ. ആ ടൈമിന് നഗാനാണെങ്കിൽ എങ്കിൽ പിന്നെ കുറച്ച് മാർക്കിനും ടോങ്ങിനും കൂടെ വേണ്ടിയിട്ട് വാങ്ങിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് തന്നെ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോഴും അവന് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ടോങ്ക അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ആ സമയം പ്യൂപ്പ നഗാൻ്റെ അടുത്ത് എപ്പോഴും മുമ്പ് ടോങ്കളയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഫുൾ ടൈം ടോങ് മാർക്കിൻ്റെ കൂടെയാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാനാണെങ്കിൽ എന്തോ ആലോചിച്ചിട്ട് ടോങ്കളയുടെ അടുത്ത് ഒരു വർക്കുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലൊരു പ്രോഡക്റ്റ്, അത് സ്കിൻ കെയർ പ്രോഡക്റ്റാണ്, അത് ട്രൈ ചെയ്ത് നോക്കണം, അത് വർക്കിംഗ് ആണോ എന്നിങ്ങനെ അറിയാനായിട്ട്, സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്, അത് ട്രൈ ചെയ്യാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 20,000 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ടോങ്ക്ല ആ വർക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട്. ഡോമും അപ്പോൾ ഞാനും വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നഗാനാണെങ്കിൽ ഓക്കെ അതിനെന്താ നിങ്ങളുടെ പേരിലെങ്കിൽ ലിസ്റ്റിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും മാർക്കും ടോങ്ങും കൂടെ ആയിട്ട് ലിവിംഗ് റൂമിൽ ഇരുന്ന് ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ടോങ് ആണെങ്കിൽ മാർക്കിന് വേണ്ടിയിട്ട് ആപ്പിളൊക്കെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ മാർക്ക് ഞാനാണ് നിന്നെ കെയർ ചെയ്യേണ്ടത്, എന്നാൽ ആ സമയം നീയാണല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത് നീ എന്നെ ആവശ്യത്തിൽ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരാമെന്നൊക്കെ പറയാണ്. അതിനുശേഷം ടോങ് എഴുന്നേറ്റ് ബെഡിലേക്ക് ചെന്നിരുന്നിട്ട് ടോങ്കളേനെ ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം ടോങ്കളെ കോൾ എടുത്തിട്ട് നീ ഇതെവിടാ, നീ എന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്.
ആ സമയം ടോങ് ഞാൻ ഉടനെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ്കള പെട്ടെന്ന് വാ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആരാ അന്വേഷിക്കുന്നത്, ഡോമും പ്യൂപ്പയും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോങ്കള അല്ല, നഗാനാണ് അന്വേഷിക്കുന്നത്, നഗാൻ നമ്മളെ കാണാനായിട്ടൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ടോങ്ങാണെങ്കിൽ നീ ആ നഗാനുമായിട്ട് മിണ്ടാനൊന്നും പോവല്ലേ, അയാൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എന്തൊക്കെ പറഞ്ഞാലും നീ അയാളുമായിട്ട് മിണ്ടാൻ പോരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ്കളയാണെങ്കിൽ അതെന്താ കാര്യം, നഗാൻ നല്ലൊരാളല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ട് ടൈം ജോബിന് റെഡിയാക്കി തന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടോങ്ങാണെങ്കിൽ എന്തൊക്കെയാണേലും ശരി അയാൾ പറയുന്ന ജോബിന് നീ പോകാൻ നിൽക്കണ്ട, അയാളുമായിട്ട് സംസാരിക്കാനും പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാനെ പറ്റി പറയുന്ന കാര്യം കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മാർക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതേ സമയം ടോങ്കിളാണെങ്കിൽ ആ ശരി ശരി ഞാനാണെങ്കിൽ നഗാനായിട്ട് സംസാരിക്കാൻ പോകത്തില്ല എന്ന് തന്നെ പറയാണ്. അതിനുശേഷം കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോങ്ങാണെങ്കിൽ കാര്യങ്ങളെല്ലാം മാർക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ സത്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് തുറന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്ക് ടോങ്കള വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണല്ലോ, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്ക്, അവനത് അറിഞ്ഞിരിക്കുന്നതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ എങ്കിൽ പിന്നെ ടോങ്കളേനെ ഒന്ന് കാണാനായിട്ട് നീ എന്നെ നാളെ കൊണ്ടുപോകാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്ക് നാളെ ഞാൻ താരേനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അതിനുശേഷം ടോങ്കളേനെ കാണാനായിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മാർക്കാണെങ്കിൽ താരേനെ കാണാനായിട്ട് പോകാനായിട്ട് നിൽക്കുന്നതാണ്. ആ സമയം മാർക്കും ടോങ്ങും തമ്മിൽ കുറച്ചൊന്ന് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്ക് ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് കവളൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവൻ പോകുന്നുണ്ട്. അതേസമയം ടോങ്ലേനെ കാണിക്കുമ്പോൾ നഗാൻ വിളിച്ചിട്ട് നഗാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ടോങ്ല വന്നിട്ടുണ്ടായിരുന്നു. നഗാനാണെങ്കിൽ ആ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ആ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യത്തിനാണ് അവനിപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ ടോങ്കൾ അവിടെ എത്തുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ ടോങ്ലേയുടെ അടുത്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞ ആൾക്കാരിൽ ഒരാൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, നമുക്കിപ്പോൾ ഒരാളുടെയും കൂടെ ആവശ്യമുണ്ട്, നിനക്ക് ആരെങ്കിലും വിളിച്ച് വരുത്താൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടോങ്ങിനെ വരുത്തിക്കാനായിട്ടാണ് നഗാനിപ്പോൾ ഈ അട പറക്കുന്നത്. ആ സമയം അതൊന്നും മനസ്സിലാക്കാതെ ടോങ്കള ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോങ്കളയാണെങ്കിൽ ഒരു പോസ്റ്റ് പോലെ ഇടുന്നുണ്ട്, അതായത് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണുള്ളത്, ഇതുപോലെ ഒരു പാർട്ട് ടൈം വർക്ക് ഉണ്ട്, ആരെങ്കിലും ഒരാളും കൂടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം മാർക്കാണെങ്കിൽ താരേനെ കാണാമെന്ന കാര്യം ഒരു ബോഡി ഗാർഡ് നഗാനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പം നഗാന് മനസ്സിലാവുന്നുണ്ട് ഇപ്പം എന്തായാലും ടോങ്ങിൻ്റെ കൂടെ മാർക്കില്ലാന്ന്. അതേസമയം ടോങ്കള ഇട്ട ആ ഒരു പോസ്റ്റ് ഇപ്പോൾ തന്നെ കറക്റ്റ് ടോങ് കാണുന്നുണ്ടായിരുന്നു. ടോങ് അത് കാണുമ്പോൾ തന്നെ ടോങ്ങിന് മനസ്സിലാവുന്നുണ്ട് ടോങ്കള നഗാൻ്റെ അടുത്താണുള്ളത്, അവൻ സേഫ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ ടോങ് പെട്ടെന്ന് വാനിനോട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ വാനാണെങ്കിൽ ഇല്ല ഇപ്പോൾ പോകണ്ട, മാർക്ക് തിരിച്ച് വരട്ടെ, നീ ഇവിടെ തന്നെ ഇരിക്കും, നിന്നെ വിടണ്ടെന്ന് മാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാർക്ക് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും, അവൻ പെട്ടെന്ന് തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോങ് പോകുന്നില്ല, പക്ഷെ പകരം മാർക്കിനെ വിളിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം മാർക്കാണെങ്കിൽ താരയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോൾ അവൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ടോങ്ങിനെ കാണുന്നതും ആ നീ വന്നോ, വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ടോങ്ങാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതെ, ഞാനാണെങ്കിൽ ഇതിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല, നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ടോങ്ങൾ എന്താ കാര്യം നോക്കുമ്പോഴത്തേക്കും ടോങ്ങാണെങ്കിൽ അത് പിന്നെ നഗാൻ നിന്നെ പറ്റിക്കുക, വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നിന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഞാൻ എല്ലാം പറഞ്ഞുതരാം, പക്ഷേ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം, നീ എന്നോട് വാന്ന് പറഞ്ഞിട്ട് ടോങ്കളെ കയ്യും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. എന്നാൽ ടോങ്കളാണെങ്കിൽ പകുതി വഴിയാകുമ്പോഴത്തേക്കും നിന്നിട്ട് കാര്യം പറയും, നീ എന്തിനാ എന്നെയും കൊണ്ട് പോകുന്നത്, എന്ത് കാര്യം, എന്തിനു നക്കാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം താരയ്ക്ക് ഒരു വിഷൻ വരുന്നുണ്ട്, അതായത് ടോങ് അപകടത്തിലാണെന്ന്. ആ ഒരു കാര്യം മാർക്കിൻ്റെ അടുത്ത് പറയുമ്പോൾ മാർക്കാണെങ്കിൽ ഇല്ല ടോങ് വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താര അല്ലല്ല അവ അപകടത്തിലാണെന്ന് തന്നെ പറയാണ്. ആ സമയം മാർക്ക് ചെന്നിട്ട് അവൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് ടോങ് എത്ര തവണ തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാർക്കിന് മനസ്സിലാവുന്നതും ടോങ് അപകടത്തിലാണെന്ന് അവനും മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ ടോങ്ങിൻ്റെ അടുത്തേക്ക് മാർക്ക് പോവുകയാണ്. ഇതേ സമയം ടോങ് ആണെങ്കിൽ ടോങ്ങിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് നഗാൻ വരുന്നുണ്ട്. അങ്ങനെ നഗാൻ വരുന്ന കാണുമ്പോഴത്തേക്കും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ടോങ് വിളിക്കുന്നുണ്ട്. എന്നാൽ ടോങ്കള വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ് ആണെങ്കിൽ ടോങ്കളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും രണ്ട് വഴി കൂടെ ആയി പോവുകയാണ്. ടോങ്കള അങ്ങനെ എവിടെയോ എത്തിയിട്ട് അതുവഴി ഇങ്ങനെ ഓടിപ്പോകുന്ന ടൈമിലാണ് റിസർച്ച് എന്നും പറഞ്ഞിട്ട് ഒരു പയ്യനെ അവിടെ കിടത്തിയിട്ട് അവൻ്റെ ബ്ലഡൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ കൂടെ ആക്കിയ ശേഷം ഒരു വാമ്പയർ ആയിട്ടുള്ള മനുഷ്യൻ അത് കുടിക്കുന്നത് ഇവൻ കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കും ടോങ്കളയ്ക്കും എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതേ ടൈമിന് തന്നെ കണ്ടു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ആ വാമ്പയർ ആയിട്ടുള്ള ആളാണെങ്കിൽ വന്നിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് മാർക്ക് വരുന്നുണ്ട്. മാർക്ക് അവനെ സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാർക്ക് വാമ്പയർ ആണെന്നുള്ള കാര്യം ആ സമയം ടോങ്കള കാണുന്നുണ്ട്. ടോങ്കള നല്ല പേടിച്ച് പോകുന്നുണ്ട്. ഇതേ ടൈമിന് ടോങ്ങിനെ കാണിക്കുമ്പോൾ അവൻ മറ്റൊരു വശത്തൂടെ ഓടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പകുതി വഴി എത്തുമ്പോഴത്തേക്കും വഴി ബ്ലോക്ക് ആവുകയാണ്. പിന്നെ അവന് പോകാനായിട്ട് സ്ഥലമില്ല. ആ ടൈമിന്
നഗാൻ അവൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടോങ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത്, നീയാണെങ്കിൽ ടോങ്ലൈനെ ഉപയോഗിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ അതെ അത് വർക്കായല്ലോ, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ പവർ കാരണം അവൻ്റെ ഹിപ്നോട്ടൈസേഷൻ വർക്ക് ടോങ്ങിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നഗാനും വിചാരിച്ച് പോകുന്നുണ്ട് എന്തുകൊണ്ട് ഇത് വർക്കാവുന്നില്ല, ഒരുപക്ഷെ ഗോൾഡൻ ബ്ലഡ് കാരണമായിരിക്കും എന്നൊക്കെ. ആ ഒരു ടൈമിന് ടോങ്ങാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ഞാൻ താരയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാൻ ചിരിച്ചിട്ട് താര ആരാണെന്ന് സത്യം പറഞ്ഞാൽ നിനക്കറിയത്തില്ല, നീ എന്താ താര പറഞ്ഞ പോലെ 21 വയസ്സായി കഴിയുമ്പോൾ എല്ലാം തീരും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഒരിക്കലുമല്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിനക്ക് ശരിക്കും താര ആരാണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒരു പിടുത്തവും ഇല്ല. നീ അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കാൻ നിന്നെ ഞാൻ ഫ്രീ ആക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, നീ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് 21 വയസ്സാവും, അതോടെ എല്ലാം തീരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നഗാൻ ഒന്നും തീരത്തില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അത് നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് നഗാൻ അവിടെ നടന്നു പോവാണ്. ആ ഒരു ടൈമിൽ മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാർക്കും ടോങ്ക്ലയും കൂടെ ആയിട്ട് വാനിൻ്റെ ആ ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് വരാണ്. കാര്യങ്ങളെല്ലാം തന്നെ ടോങ്ക്ലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ടോങ്ക്ലയ്ക്കാണെങ്കിൽ കുറേയൊക്കെ വിശ്വാസമാവുന്നുണ്ട്, കാരണം അവൻ നേരിട്ട് കണ്ടാണ് വാമ്പേഴ്സിനെ. എന്നാൽ അതേസമയം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ടോങ്ങിൻ്റെ അടുത്ത് നീ എന്താ ഇതൊക്കെ നേരത്തെ പറയാത്തത്, പറഞ്ഞിരുന്നെങ്കിൽ നഗാൻ ആരാണെന്ന് നേരത്തെ മനസ്സിലായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാതിരിക്കുമായിരുന്നല്ലോ, എങ്കിൽ നിനക്കും അപകടം വരാതിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കിൻ്റെ അടുത്ത് ടോങ്ക്ലയാണെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ടോങ്ങിനെ സേഫാക്കി വെച്ചേക്കണം, പിന്നെ നിനക്കും വേണമെങ്കിൽ സേഫായിട്ട് നിൽക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നിന്നെ നോക്കാൻ. ആ സമയം ടോങ്ക്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, മറ്റുള്ള വാമ്പേഴ്സിൻ്റെ കാര്യമൊക്കെ നീ നോക്കിക്കോ, വേണമെങ്കിൽ ടോങ്ങിനെ ഞാൻ നോക്കിക്കോളാം എന്ന് ടോങ്ക്ല പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങളോട് ഇവിടെ താമസിക്കുക, അതാകുമ്പോൾ നീ ഒരുമിച്ച് തന്നെ ഉണ്ടാവുമല്ലോ, എല്ലാവരും സേഫ് ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. ടോങ്ക്ല അത് സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ടോങ്ക്ലയ്ക്കും അവിടെ മറ്റൊരു റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് തൊട്ട് ടോങ്ക്ല അവിടെ താമസിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ടോങ്ങും മാർക്കും അവരുടെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് മാർക്കാണെങ്കിൽ എൻ്റെ മുമ്പത്തെ സ്വപ്നം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എന്നാൽ എനിക്കിപ്പോൾ പുതിയൊരു സ്വപ്നമുണ്ട്, അതെന്താണെന്നറിയാമോ, നിൻ്റെ കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കണമെന്ന്. അത് അത്ര വലിയ ആഗ്രഹമൊന്നുമല്ല, ഭയങ്കര വലിയൊരു ഡ്രീമും അല്ല, എന്നാലും അങ്ങനെ ഒരു ലൈഫ് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുകയാണ്. എന്നാൽ ആ ടൈമിന് ടോങ്ങിൻ്റെ ചുണ്ട് മുറിഞ്ഞിട്ട് ബ്ലഡ് വരുവാണ്. ആ ബ്ലഡ് കാണുന്നതും പെട്ടെന്ന് തന്നെ മാർക്കാണെങ്കിൽ വാമ്പയറായി മാറുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ